ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സുധീരനും ആവശ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്കും ശാശ്വതികാനന്ദയുടെ കുടുംബത്തിനും ബോധ്യമാകുന്ന തരത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരാൻ വേണമെന്നാണ് കെ.പി.സി.സി അധ്യക്ഷനും ആവശ്യപ്പെടുന്നത്? പ്രജിഷ്, ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ സുധീരൻ പറഞ്ഞിരുന്നതാണ്. ഈ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നതായാണ് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇത്തരത്തിലൊരു സമഗ്രമായ അന്വേഷണം വേണം എന്നൊരു നിലപാടിൽ തന്നെയാണ്. ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ സർക്കാർ പരിശോധിക്കും, അതിനുശേഷമാകും സർക്കാരിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യത്തിൽ ഏതായാലും ശാശ്വതികാനന്ദയുടെ കുടുംബത്തിനും മഠാധിപർക്കും ഒപ്പം തന്നെ ജനങ്ങൾക്കും വിശ്വസനീയമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ നടക്കേണ്ടത്. ഈ വിഷയത്തിൽ എന്താണോ സത്യം അത് പുറത്തു വരേണ്ടത് തീർത്തും ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് അദ്ദേഹം ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് കോൺഗ്രസിലെ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം കൂടി അവശേഷിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ മിക്ക സ്ഥലങ്ങളിലും തർക്കങ്ങൾ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങൾ എല്ലാം തന്നെ നിലവിൽ ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഘടകകക്ഷികളുമായും ഇതുമായുള്ള കൂടിയാലോചനകളും ചർച്ചകളും പുരോഗമിക്കുക തന്നെയാണ്. തുടർ ചർച്ചകളിലൂടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് തങ്ങൾക്ക് യുവാക്കൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കെ.പി.സി.സി അധ്യക്ഷന് കത്ത് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ CR മഹേഷ് രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. രാജി പിൻവലിക്കണമെന്ന് CR മഹേഷിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സുധീരൻ വ്യക്തമാക്കി. ഒപ്പം തന്നെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനായി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും സുധീരൻ ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂരിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ നിലവിൽ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ല. അത് അതാത് സ്ഥലങ്ങളിലുള്ളവർക്ക് തന്നെ അതാത് ഘടകങ്ങൾക്ക് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഷീജയാണ് വിവരങ്ങൾ നൽകി.